ഡോക്ടർ ജയരാജ്, കേരളത്തിൽ ഹൈന്ദവരുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് മേൽ കുതിര കയറുന്നത് നടാടെയല്ല. നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇടതുപക്ഷം തന്നെ സമ്മതിക്കുന്നുണ്ട്. അതായത് അവിടെ LDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന VS സുനിൽകുമാർ അദ്ദേഹം പറഞ്ഞത് പോലീസിൻ്റെ അനാവശ്യ ഇടപെടൽ തർക്കത്തിലെത്തിച്ചു. മാറി വരുന്ന ഉദ്യോഗസ്ഥർക്ക് പൂരത്തിൻ്റെ ആത്മാവ് മനസ്സിലാകുന്നില്ല. പോലീസിൻ്റെ എക്സസ് അവിടെ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അനാവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി, വടം കെട്ടി തടഞ്ഞു, ഭക്തജനങ്ങളെ തടഞ്ഞു. മാത്രമല്ല, അവിടുത്തെ വടക്കുംനാഥ ക്ഷേത്രത്തിലെ പൂജാരിയെ തല്ലിച്ചതച്ചു, അവിടെ കുത്തുവിളക്ക് എടുക്കുന്ന ജീവനക്കാരനെ മർദ്ദിച്ചു. ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട്, എല്ലാം സംഭവമാണ്. അത്രമാത്രം പോലീസിനെ പ്രകോപിപ്പിച്ചതിന് പിന്നിൽ എന്താണ് എന്ന് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയിൽ നിന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്. എന്തുകൊണ്ട് അവിടെ പോലീസ് എക്സസ് ഉണ്ടായി? എന്തുകൊണ്ട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി? അതിന് മാത്രം എന്താണ് അവിടെ പൂരപ്പറമ്പിൽ സംഭവിച്ചത്? ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റുവേഷൻ വളരെ വോളറ്റൈൽ ആണ്. അപ്പം എലക്ഷൻ ഒക്കെ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഒരു സമയമാണ്. എലക്ഷൻസ് ആർ റൗണ്ട് ദ കോർണർ. അപ്പൊ അതുകൊണ്ട് തന്നെ പോലീസ് ചിലപ്പോൾ ഒരു എക്സ്ട്രാ കെയർ ഉണ്ടായിരിക്കും. അതിനു മുമ്പ് എനിക്ക് പേഴ്സണൽ ആയിട്ട് ഒരു അനുഭവം പറയണം. കഴിഞ്ഞ പുറ്റിങ്ങൽ നടയിൽ, കൊല്ലം ജില്ലയിൽ നിന്നാണ് ഞാൻ വരുന്നത്. എല്ലാ വർഷവും അവിടുത്തെ വെടിക്കെട്ട് കാണാനായിട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. തൃശ്ശൂർ പൂരത്തിന് ഞാൻ പോകാറുണ്ട്. എല്ലാ വർഷവും ഇല്ലെങ്കിലും ചില വർഷങ്ങളിലെങ്കിലും ഞാൻ പോകാറുണ്ട്. സാധാരണഗതിയിൽ ഈ പെരുക്ക് നടക്കുന്ന സമയത്ത് ഏറ്റവും അടുത്ത് ക്ലോസർ ആയിട്ട് നിൽക്കുമ്പോൾ തലയിൽ ഭൂമി കുലുക്കം ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അത് അനിലേട്ടന് അതൊരു പക്ഷെ അറിയാമായിരിക്കും എങ്ങനെയാണെന്ന്. അപ്പൊ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും പോലീസ് തടയുമ്പോൾ അത് ആ ബാരിക്കേഡ് ലംഘിച്ചുകൊണ്ട് അതിന്റെ അടുത്ത് പോയി കേട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അത്രയ്ക്ക് എനിക്ക് പൂരം ഇഷ്ടമായിരുന്നു. പക്ഷെ ആ വർഷം എന്തോ ഒരു ഭാഗ്യത്തിന്, എന്റെ ഭാഗ്യം, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എന്റെ ഭാഗ്യത്തിന് എന്റെ ഒരു കൂട്ടുകാരന്റെ വീട്ടിന്റെ ടെറസിന്റെ മേളയിൽ ഇന്ന് കാണാം. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ സൂര്യകാന്തിയും മറ്റുമൊക്കെ വിരിയുന്നത് കുറച്ചുകൂടെ ഭംഗിയായിട്ട് കാണാം എന്ന് പറഞ്ഞത് കൊണ്ട് കുറെ വിഷ്വൽ എഫക്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കൂട്ടുകാരന്റെ കെട്ടിടത്തിന്റെ മേളിലേക്ക് പോവുകയും ആ വർഷമാണ് ആ വെടിക്കെട്ട ദുരന്തം ഉണ്ടാവുന്നതും കബന്ധങ്ങൾ ആകെപ്പാടെ ചിതറിക്കിടക്കുന്ന ഒരു അന്തരീക്ഷവും. അവിടെ ഞാൻ പിന്നീട് കൗൺസിലിങ്ങിന് എല്ലാ വീടുകളിലും കയറി ഇറങ്ങിയിരുന്നു. ഒരു സന്നദ്ധ സംഘടനയുടെ ഭാഗമായിട്ട് എല്ലാ വീട്ടിലും ആസ് എ സൈക്കോളജിസ്റ്റ് ഞാൻ മിക്കവാറും എല്ലാ വീടുകളിലും പോയിരുന്നു. ആഴ്ചകളോളം അവിടെ മനുഷ്യ മാംസം കരിഞ്ഞ ഗന്ധമായിരുന്നു. JCB ഒക്കെ കൊണ്ടിളക്കിയ മണ്ണിളക്കുമ്പോൾ പല പല പാർട്ടുകൾ, പല പല മനുഷ്യാവശിഷ്ടങ്ങൾ അവിടെ മുഴുവൻ. അത് ശരിക്കും നമ്മൾ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ ഭൂമി പോലെയൊക്കെ ആയിരുന്നു. എനിക്ക് ആ അനുഭവങ്ങളെ വിവരിക്കാനാവില്ല. കാരണം ഇതുപോലെയുള്ള നമ്മൾ എത്ര വർഷങ്ങളായിട്ട് നടത്തുന്ന സാധനം ഒരു ഇതാണെങ്കിലും അവിടുത്തെ ആളുകൾക്ക് എത്ര തഴക്കവും പഴക്കവും ഉണ്ടെങ്കിലും പരവൂർ നടന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു വെടിക്കെട്ടുകാരൻ ഈ കമ്പം ഒരു തിരി കത്തിച്ചിട്ട് ഈ പടക്കപ്പുരയിലേക്ക് ഓടിക്കയറിയതാണ്. ആക്സിഡന്റലി വെളിയിലേക്ക് ഓടേണ്ടതിന് പകരം അയാൾ അകത്തേക്ക് ഓടി കയറിയതാണെന്ന് പിന്നീടുള്ള CCTV ഫുട്ടേജ് എല്ലാം കാണിച്ചിരുന്നു. അതായിരുന്നു ആ ഒരു സംഭവത്തിന്റെ കാരണം. അപ്പൊ അത്തരത്തിലൊരു സംഭവം ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് വളരെ പെട്ടെന്ന് തന്നെ സ്റ്റേറ്റ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എല്ലാ വർഷവും ഇത്തരത്തിലുള്ള ഏതെല്ലാം ക്ഷേത്രങ്ങളിൽ, ഇപ്പം തേങ്ങാപട്ടണത്താണെങ്കിലും മറ്റെല്ലാ സ്ഥലങ്ങളിലാണെങ്കിലും ഇത്തരം കമ്പം നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നടത്തുന്നത്. അപ്പൊ ഇതിനകത്ത് ഡോക്ടർ ജയരാജ്, ഇത്തരം ബാലിശമായിട്ടുള്ള വിശദീകരണങ്ങൾ നൽകാതെ പ്ലീസ്. നോക്കൂ, അതിനുശേഷം പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തിന് ശേഷം എത്ര പൂരങ്ങൾ നടന്നു സാർ? കരിമരുന്ന് പ്രയോഗം മൂലം വലിയ അപകടങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് പോലീസ് ഇത് ഇന്റൻസിഫൈ ചെയ്തു, സെക്യൂരിറ്റി ഇന്റൻസിഫൈ ചെയ്തു എന്നാണോ മനസ്സിലാക്കുന്നത്? എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നത് മനസ്സിലാകുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഉണ്ടായിട്ടുണ്ടാവണം. പോലീസ് അട്രോസിറ്റീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ ആളുകൾ തന്നെ അത് സ്ഥിരീകരിച്ചു. ഓക്കെ, അതിപ്പോ സുനിൽകുമാർ പറയുന്നത് ഞാനും കേട്ടിരുന്നു. സുനിൽകുമാർ അവിടുത്തെ കാൻഡിഡേറ്റ് ആണ്. സുനിൽകുമാർ പറഞ്ഞു പോലീസിന് ഇത്രയധികം ഇടപെടേണ്ട കാര്യമില്ലായിരുന്നു. ഒരുപക്ഷെ അവർക്ക് പരിചയക്കുറവ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ പോലീസിന് എന്തെങ്കിലും ചെറിയ അധികാരം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പം പല സ്റ്റഡീസിലും കാണിക്കുന്നതൊക്കെ സാധാരണക്കാരന് തന്നെ പോലീസിന്റെ പവർ കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിനേക്കാൾ കൂടുതൽ പവർ ഉണ്ടായതുപോലെ പെരുമാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ആ സമയം കൃത്യമായിട്ട് ഇവരുടെ ഫോഴ്സിൽ നമ്മൾ ഇടപെടുവാണെങ്കിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സെൽഫർണമാണ് നടക്കുന്നത്. AKG സെന്ററിലാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പോലീസിനെ അവരുടെ മൊറൽ ബൂസ്റ്റ് ചെയ്യാൻ അനുവദിക്കുന്നില്ല. പോലീസിന്റെ എഫിക്കസി നഷ്ടപ്പെട്ടു പോകും, പോലീസിന്റെ എഫിഷ്യൻസി ഇല്ലാതായി പോകും, പോലീസിന്റെ മൊറൽ ഡൗൺ ആവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മറു കമന്റുകളായി പിന്നെ വരുന്നത്. അപ്പൊ ഇവരെ ഒരു ബാലൻസിങ് ആക്ടിലൂടെ മാത്രമേ ഈ നിയമപാലന സേനയെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പല കേസുകളിലും ഈ കുട്ടികളെ കാണാതായ കേസുകളിൽ, പല പല മോഷണ കേസുകളിൽ ഇപ്പൊ തന്നെ 48 മണിക്കൂറിനകം, 24 മണിക്കൂറിനകം, 6 മണിക്കൂറിനകം ഒക്കെ പിടിക്കുന്ന ഒരു പോലീസ് ഫോഴ്സാണ് കേരളത്തിലുള്ളത്. ഇപ്പൊ ഇത്തരത്തിലുള്ള സേനാംഗങ്ങളിൽ ചില ആളുകൾക്കെങ്കിലും മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ പ്രകാരം ഇത്തരത്തിൽ ഭക്തരെ പിടിച്ചു നിർത്തേണ്ടുന്ന, അല്ലെങ്കിൽ അവരുടെ അധികാരം റെസ്റ്റ് ചെയ്യേണ്ടുന്ന, അല്ലെങ്കിൽ അവരുടെ അധികാരം ഉപയോഗിക്കേണ്ടത് അമിത അധികാരം ഉപയോഗിക്കേണ്ട ചില സാഹചര്യങ്ങൾ തൃശ്ശൂർ പൂരത്തിന്റെ
ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അല്ല, അതിന് മാത്രം എന്ത് സംഭവിച്ചു എന്ന് വ്യക്തമാകുന്നില്ല. ഐ എം നോട്ട് കൺവിൻസ്ഡ്. ശ്രീജിത്ത് പണിക്ക, ശ്രീജിത്തെ, ഡോക്ടർ നൽകിയ വിശദീകരണം തൃപ്തികരമാണോ? അല്ല, നിശ്ചയമായിട്ടുമല്ല. കാരണം ഇല്ല പുറ്റിങ്ങൽ ദുരന്തം നടന്നത് 2016 എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ചുരുങ്ങിയത് ഒരു 8 വർഷം കഴിഞ്ഞിട്ടുണ്ട് പുറ്റിങ്ങൽ ദുരന്തം നടന്നിട്ട്. പുറ്റിങ്ങൽ ദുരന്തം നടന്നതിന് ശേഷവും തൃശ്ശൂർ പൂരം സ്ഥിരമായിട്ട് നടക്കാറുണ്ട്. തൃശ്ശൂർ പൂരത്തിന് വളരെ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അതിൻ്റെ ഈ പുര ഈ പിന്നെ എന്താ നമ്മൾ ഈ പറയുന്ന ഈ ഇതിൻ്റെ സാമഗ്രികൾ മുഴുവൻ സൂക്ഷിക്കുന്ന ഈ ഫയർ ലൈൻ പിന്നെ പ്രൊട്ടക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ വളരെ കൃത്യമായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഹാൻഡുകളാണത് കൈകാര്യം ചെയ്യുന്നത്. തന്നെയുമല്ല, പൂരവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈനുകളുണ്ട്. അതായത് ഫയർ ലൈനിൽ നിന്ന് 100 മീറ്റർ മാറി ബാരിക്കേഡ് വെച്ചതിന് ശേഷം അങ്ങോട്ട് മാത്രം ആൾക്കാരെ വെക്കുക എന്നുള്ള ഒരു മാനദണ്ഡമുണ്ട്. അത് ഈ വർഷമൊന്നുമല്ല, അത് പതിവായിട്ട് ആ ഒരു മാനദണ്ഡം അനുസരിച്ച് തന്നെയാണ് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷവും അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും തർക്കം ശ്രീ ജയരാജൻ ആ കാര്യത്തിൽ ഉണ്ടെങ്കിൽ എല്ലാ വർഷവും വളരെ കൃത്യമായിട്ട് പൂരത്തിന്റെ മുന്നൊരുക്കങ്ങൾ നടത്തുന്ന ഡീറ്റെയിൽസ് മുഴുവനും PRD വെബ്സൈറ്റിലുണ്ട്. ഈ വർഷത്തേതും കഴിഞ്ഞ വർഷത്തേതും 2022 എല്ലാം ഉണ്ട്. ഞാൻ മൊത്തം എടുത്ത് വായിച്ചു നോക്കിയതാണ്. ഗൈഡ് ലൈനുകളൊക്കെ ഒന്ന് തന്നെയാണ്, അതിലൊന്നും തന്നെ ഒരു വ്യത്യാസവുമില്ല. കഴിഞ്ഞ വർഷം പറഞ്ഞിരിക്കുന്നത് എന്താണോ അത് തന്നെയാണ് ഈ വർഷവും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് കഴിഞ്ഞ വർഷം ഇല്ലാത്ത ഒരു സാഹചര്യം പുതുതായിട്ട് ഈ വർഷം ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രത്യേക സാഹചര്യമില്ല. തന്നെയുമല്ല, ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫയർ ലൈനിലല്ല. ഈ പൂരവുമായി ബന്ധപ്പെട്ട് താങ്കൾ ഈ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നത് ആൾക്കാരുടെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്തു. കാരണം അത് വെടിപ്പുരയുമായി ബന്ധപ്പെട്ട് അങ്ങോട്ട് ആൾക്കാർ പോകുന്നതിന് പ്രശ്നമുണ്ട് എന്ന രീതിയിലാണ്. കാരണം താങ്കൾ ഈ പുറ്റിങ്ങൽ ദുരന്തത്തിന്റെ ഗ്രാഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വിശദീകരിക്കുമ്പോൾ നമുക്കതാണ് തോന്നുക. പക്ഷേ ഈ ഇത്തവണ പൂരത്തിനുണ്ടായിരിക്കുന്ന പ്രശ്നം അവിടുത്തെ ഫയർ ലൈനുമായി ബന്ധപ്പെട്ടതോ അവിടുത്തെയുള്ള ഈ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന പൈറോടെക്നിക് സാധനങ്ങളുമായി ബന്ധപ്പെട്ടോ ഒന്നുമല്ല. അതുമായി ബന്ധപ്പെട്ട ഒരു തർക്കവുമില്ല. അവിടെ ആകെയുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ പൂരം സാധാരണക്കാർക്ക് കാണാനുള്ളതാണ് എങ്കിൽ സാധാരണക്കാർക്ക് കാണാനുള്ള സൗകര്യം ഇത്തവണ നൽകിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇത്തവണത്തെ അവലോകനം നോക്കിക്കഴിഞ്ഞാൽ ഓരോ വർഷത്തെ അവലോകനം എടുത്ത് നോക്കുള്ളൂ. PRD വെബ്സൈറ്റിലുണ്ട്. അവർ പറയുന്നത് പൂരത്തിന് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ആൾക്കാർ ഇത്തവണ വരും എന്നാണ് കരുതുന്നത്. എല്ലാവർക്കും സൗകര്യപ്രദമായിട്ട് പൂരം കാണാനുള്ള സംവിധാനം ഒരുക്കും എന്നുള്ളത് അതിൻ്റെ ഘട്ടം. ഓരോ ആഴ്ചയും വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ മീറ്റിംഗ് നടക്കാറുണ്ട്. മിക്കവാറുമുള്ള മീറ്റിങ്ങുകളെല്ലാം ഓവർസീ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. ജില്ലാ ഭരണകൂടത്തിന്റെ കളക്ടർ എല്ലായ്പ്പോഴും അവിടെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം താങ്കൾ ഈ പറഞ്ഞിരിക്കുന്ന വിഷയമല്ലാതെ അവിടെ വരുന്ന ആൾക്കാരെ അനാവശ്യമായിട്ട് ബാരിക്കേഡ് വെച്ചിട്ട് മാറ്റിയത് എന്തുകൊണ്ട്? മുൻ വർഷങ്ങളിൽ ഇതിന് വ്യത്യസ്തമായിട്ട് എന്തുകൊണ്ട് പെട്ടെന്ന് അവിടെയുള്ള ചില ഗേറ്റുകളൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കി? അനാവശ്യമായിട്ട് ഇല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം വടം കൊണ്ടുവന്നത് എന്തിനാണ്? ഈ കഴിഞ്ഞ വർഷവും ഈ വർഷവും എല്ലാം തന്നെ ചൂടിന്റെ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് പറയാറുണ്ട്, ഈ ആനകൾക്കും മറ്റും വെള്ളം കൊടുക്കുന്ന കാര്യത്തിലൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള ഉപേക്ഷയും വിചാരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ തന്നെ വന്നിരിക്കുന്ന ഏറ്റവും ഉയർന്നിരിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ആനയ്ക്ക് വെള്ളം കൊടുക്കാൻ പോയ സമയത്ത് അവിടെ അങ്ങനെ ഉണ്ടായിരുന്ന ആൾക്കാരെ കയ്യേറ്റം ചെയ്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരന് കാണാൻ വേണ്ടിയിട്ടാണ് പൂരമെങ്കിൽ സാധാരണക്കാരൻ ഇവിടെ പൂരം കാണേണ്ട എന്ന് ആരൊക്കെയോ നിശ്ചയിച്ചുറപ്പിച്ച മാതിരിയുള്ള ചില പ്രവർത്തനങ്ങൾ അവിടെ നടന്നു എന്നാണ് സാധാരണക്കാരൻ പറയുന്നത്. ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കുത്തഴിഞ്ഞ ഒരു പ്രവർത്തനം അവിടെ ഉണ്ടായി എന്നുള്ളത് മറ്റാരും പറയുന്നത് കേൾക്കണ്ട. ഇപ്പോൾ LDFന്റെ അവിടുത്തെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ VS സുനിൽകുമാർ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പോലീസിന്റെ ഭാഗത്ത് പ്രശ്നമുണ്ടായിട്ടുണ്ട് എന്നാണ്. പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഭ്യന്തര വകുപ്പാണ് ഇത്തരത്തിലുള്ള സുരക്ഷാ കാര്യങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതേ ചോദ്യം തന്നെ, അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞ അതേ ന്യായം തന്നെ ശ്രീ ജയരാജനോട് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ പുറ്റിങ്ങൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ആൾക്കാരെ ഒരു വലിയ ആൾക്കൂട്ടത്തെ കൈകാര്യം ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് ഗൈഡ് ലൈനുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതങ്ങ് നടപ്പാക്കിയാൽ മതിയായിരുന്നു. കഴിഞ്ഞ വർഷമായിട്ട് ഈ ദുരന്തത്തിന് ശേഷം അവിടെ നടപ്പാക്കുന്ന കാര്യങ്ങൾ ഇത്തവണ എന്തുകൊണ്ട് അതിൽ മാറ്റം വന്നു? ഇത്തവണ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ പലപ്പോഴും മേളവുമായി ബന്ധപ്പെട്ട് മഠത്തിൽ വരവുമായി ബന്ധപ്പെട്ട് പഞ്ചവാദ്യവുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെ ഈ എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഈ കമ്മിറ്റിക്കാരായിട്ടുള്ള ആൾക്കാർ അവിടെ നിൽക്കുന്നിടത്തു നിന്ന് അവരെ തള്ളി മാറ്റുന്നത് എന്തിനാണ്? കമ്മിറ്റിക്കാരായിട്ടുള്ള ആൾക്കാരെല്ലാം ഇതിന്റെ ഭാഗമാണ്. ഈ പൂരപ്രേമികളെ പോലെ ഒരുപക്ഷെ അവരെക്കാൾ കൂടുതൽ ഉത്തരവാദിത്വ ബോധമുള്ള ചുമതലയുള്ള ആൾക്കാരാണത്. അങ്ങനെയുള്ള ആൾക്കാരെ അവിടെ നിന്ന് തള്ളി മാറ്റേണ്ടുന്ന സാഹചര്യം എന്താണ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് മറുപടി? അവിടെ വരുന്ന ആൾക്കാർക്ക് പൂരം കൃത്യമായി കാണാനും ആസ്വദിക്കാനുമുള്ള സൗകര്യം ഇല്ലാതെ വരുന്നു. ആദ്യ ഭാഗത്ത് ഞാൻ സംസാരിക്കുമ്പോൾ താങ്കൾ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു പോയിന്റ്, കൂടുതൽ ആൾക്കാർക്ക് പൂരം കാണാൻ കഴിഞ്ഞ ആൾക്കാർക്ക് അത് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല എന്ന രീതിയിലത്തേക്ക് വരുന്നു. ഈ പൂരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട
പകിട്ടുകളുള്ള പല ചടങ്ങുകളുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ അവിടെ വരുന്നത് പൂരത്തിൻ്റെ ഒരു കാഴ്ചയാണ്. ഇലഞ്ഞിത്തറ മേളം എന്ന് പറയുന്നത് പൂരത്തിൻ്റെ ഒരു കാഴ്ചയാണ്. കുടമാറ്റം എന്ന് പറയുന്നത് പൂരത്തിൻ്റെ ഒരു കാഴ്ചയാണ്. അങ്ങനെ മേളവുമായി ബന്ധപ്പെട്ട്, താളവുമായി ബന്ധപ്പെട്ട്, വർണ്ണങ്ങളുമായി ബന്ധപ്പെട്ട് ഒരാഘോഷമാണ് പൂരം. അപ്പോൾ അതിൻ്റെ പരമകാഷ്ഠയിൽ എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവിടുത്തെ ഈ വെടിക്കെട്ടെന്ന് പറയുന്നത്. അപ്പോൾ ആ പൂരത്തിന്റെ വെടിക്കെട്ടും കാര്യങ്ങളും നടക്കുന്ന സമയത്ത് നേരം പരപര വെളുത്തതിന് ശേഷം 7 മണിക്കും 8 മണിക്കും 9 മണിക്കും ഒക്കെ അവിടെ ഇട്ട് ഈ പടക്കമൊക്കെ പിന്നെ പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ ആർക്ക് കാണാൻ വേണ്ടിയിട്ടാണ്? എത്ര ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ മുതലാണ് ഈ കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? അപ്പൊ ഇതിന് ഉത്തരവാദിത്തമില്ലേ? ഇതിലിപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എല്ലാ തവണയും പൂരത്തിന്റെ ഒരുക്കങ്ങൾ, അതിന്റെ ചുമതല, മേൽനോട്ടം, അതിന്റെ അവലോകനം, ഈ കാര്യങ്ങളെല്ലാം നടത്തുന്നതിൽ സർക്കാരിന് പങ്കുണ്ട്. ചുരുങ്ങിയത് 3 മന്ത്രിമാരെങ്കിലും ഇതിൽ പങ്കെടുക്കാറുണ്ട്. സ്ഥലം MLA ഉണ്ട്, MP ഉണ്ട്, കളക്ടർ ഉണ്ട്, മറ്റുള്ള ആൾക്കാരെല്ലാവരും ഉണ്ട്, ദേവസ്വത്തിന്റെ ആൾക്കാർ എല്ലാവരും ഉണ്ട്. ഞാൻ ചോദിക്കുന്നത് പൂരം ഭംഗിയായിട്ട് നടത്തുക എന്നുള്ളതാണല്ലോ ഇവരുടെ ചുമതല. അപ്പൊ എന്തെങ്കിലും കാര്യം നന്നായിട്ട് നടന്നില്ല എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഇവർക്ക് തന്നെയല്ലേ, അതോ മറ്റാർക്കെങ്കിലും ആണോ? നന്നായിട്ട് നടന്നു കഴിഞ്ഞാൽ ക്രെഡിറ്റ് നമുക്ക്, അതല്ല മറ്റുള്ള ആൾക്കാർക്ക്, പോലീസിന് മാത്രം, അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ? ഇത് പോലീസ് മാത്രം ചേർന്ന് നിയന്ത്രിക്കുന്ന കാര്യമാണോ എങ്കിൽ ഈ ജനപ്രതിനിധികൾ എന്തിനാ അവിടെ വരുന്നത്? മന്ത്രി കെ രാജൻ എന്തിനാ അവിടെ വരുന്നത്? മന്ത്രി ബിന്ദുവിനെ പോലുള്ള ആൾക്കാരൊക്കെ ഇതിൽ എന്തിനാണ് സാധാരണ പതിവായിട്ട് എല്ലാ പൂരത്തിലും ഇതിന്റെ കമ്മിറ്റികളിലൊക്കെ ഉണ്ടാവുന്നത്? എന്തുകൊണ്ടാണ്? മന്ത്രി കെ രാധാകൃഷ്ണൻ, അദ്ദേഹത്തിന് ഉത്തരവാദിത്തമില്ലേ? അങ്ങനെ നിരവധി ആൾക്കാരുണ്ട്. അവിടുത്തെ സ്ഥലം MLA ആയിട്ടുള്ള P ബാലചന്ദ്രൻ, അദ്ദേഹത്തിന് ഉത്തരവാദിത്തമില്ലേ? MP ആയിട്ടുള്ള ആളിന് ഉത്തരവാദിത്തമില്ലേ? ഇവർക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം ആർക്കാണ്? സർക്കാരിനെ പ്രതിനിധാനം ചെയ്യുന്ന ആൾക്കാർക്കാണ്. കാരണം അവരാണല്ലോ പോലീസിനെ തീരുമാനിക്കുന്നത്. നമ്മുടെ നാട്ടിൽ സ്വതന്ത്രമായിട്ട് സ്വൈരവിഹാരത്തിന് പോകുന്ന പോലീസ് എന്നുള്ളതല്ലല്ലോ സംവിധാനം. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഇതിലുള്ള ഉത്തരവാദിത്തം സർക്കാരിനാണ്. കേവലം പോലീസിന്റെ വീഴ്ച എന്ന് പറയാൻ കഴിയില്ല. ശ്രീ VS സുനിൽകുമാർ പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് 50% ഉള്ളൂ പോലീസിന്റെ വീഴ്ച. പോലീസിന്റെ വീഴ്ച എന്ന് പറഞ്ഞാൽ പോലീസിനെ നിയന്ത്രിക്കുന്ന ആൾക്കാരുടെ വീഴ്ചയാണ്, അല്ലാതെ പോലീസ് ഒരു സ്വതന്ത്ര സംവിധാനമല്ല. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം സർക്കാരിന്റെ വീഴ്ചയുണ്ട്, ജില്ലാ ഭരണകൂടത്തിന്റെ വീഴ്ചയുണ്ട് എന്നാണ്. അതിലും നമ്മൾ എന്തിനാണ് ഓടിപ്പോകുന്നത്? അത് പറയുന്ന സമയത്ത് നമ്മൾ പുറ്റിങ്ങലിലെ കബന്ധങ്ങളെ പറ്റി പറയുന്നത് എന്തിനാണ്? ഇത് അവിടെ ഇതല്ലല്ലോ പ്രശ്നം. രണ്ടും രണ്ട് കാര്യങ്ങളല്ലേ. ആൾക്കാരെ നിയന്ത്രിക്കുന്ന കാര്യം തെറ്റായി പോയി എന്നുള്ളതല്ലേ പ്രശ്നം, അല്ലാതെ ഈ പിന്നെ എക്സ്പ്ലോസീവ്സ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. അതിവിടെ ആരും പറയുന്ന പോലും ഇല്ലല്ലോ. അല്ലെങ്കിൽ ഇത് രാവിലെ കൈകാര്യം ചെയ്ത് നേരം വെളുത്തിട്ട് 7 മണി കഴിഞ്ഞിട്ടല്ലേ? അപ്പൊ അത് ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വെച്ച് ഇക്വേറ്റ് ചെയ്യാൻ പാടില്ല ശ്രീ ജയരാജ്. RV ബാബു, ഒറ്റ കാര്യം കൂടി, അതായത് ഈ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് പാദരക്ഷ ഉപയോഗിച്ച് കയറരുത്, അത് കൃത്യമായിട്ട് ഹൈക്കോടതിയുടെ വിധിയും ഉണ്ട്. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അത് ലംഘിക്കുകയുണ്ടായി. അതും വലിയൊരു അപരാധമല്ലേ? ഈ ആചാരാനുഷ്ഠാനങ്ങൾ അതിൻ്റെ മേൽ കടക്കൽ കത്തിവെക്കുക, അതിൻ്റെ ഭാഗമായിട്ട് തന്നെയല്ലേ ഇതിനെയും കൂടെ കാണേണ്ടത്? എന്നോടാണോ ശ്രീ RV ബാബു? പരമായ കാര്യങ്ങളോടുള്ള നിലപാട് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അനിൽ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. അപ്പോൾ ആചാരസംബന്ധമായ കാര്യങ്ങളിലുള്ള ഈ സർക്കാരിൻ്റെ സമീപനം, ആ സർക്കാരിൻ്റെ മുഖമുദ്രയായിട്ടുള്ള പോലീസിൻ്റെ സമീപനം കുറേ കാലമായിട്ട് കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മുടെ ശബരിമലയുടെ വിഷയം മുതൽ ആചാരങ്ങളോടുള്ള പോലീസിൻ്റെയും ഈ സർക്കാരിൻ്റെയും നിലപാടുകൾ ആവർത്തിച്ച് അനുഭവിച്ചിട്ടുള്ളവരാണ്, അതിൻ്റെ ദുരന്തം പേറുന്നവരാണ് കേരളത്തിലെ ഹിന്ദു സമൂഹം. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ വടക്കുംനാഥ ക്ഷേത്രത്തിൽ പോലീസുകാർ ഷൂസ് ഇട്ട് കയറിയ സംഭവം. പോലീസിന് അറിയാത്തതല്ല, അത് പവിത്രമായ സങ്കേതമാണ്, അവിടെ പാദരക്ഷകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് അറിയാത്തതല്ല. പക്ഷേ ആസൂത്രിതമായി ഇതെല്ലാം ഞങ്ങൾ മാനിക്കുന്നില്ല. പോകാൻ പറ. എന്ത് ക്ഷേത്രം, എന്ത് ആചാരം, എന്ത് വിശ്വാസം ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾ നടപ്പാക്കും, നിങ്ങൾ അനുസരിച്ചാൽ മതി എന്ന ധിക്കാരപൂർണമായ ഒരു സമീപനം പോലീസ് എടുത്തതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ തൃശ്ശൂർ കണ്ടത്. ഇവിടെ പോലീസിൻ്റെ സ്വതന്ത്രമായ ഒരു തീരുമാനമായിട്ട് ഞാൻ ഇതിനെ കാണുന്നില്ല. തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ സംരക്ഷണം പോലീസിന് ഇക്കാര്യത്തിൽ ഉണ്ട്. എല്ലാ കാര്യത്തിലും പോലീസിൻ്റെ എല്ലാ നടപടികളിലുമുണ്ട്. ഞാൻ ശ്രീ ജയരാജൻ്റെ ന്യായീകരണത്തെ അതിൽ ഒട്ടും അത്ഭുതം കാണിക്കുന്നില്ല. കാരണം ജയരാജന് മാതൃക ശ്രീമാൻ പിണറായി വിജയനാണ്. ചെടിച്ചട്ടിക്കും ഹെൽമറ്റിനും അടിച്ച പ്രതിഷേധക്കാരെ ചെടിച്ചട്ടിക്കും ഹെൽമറ്റിനും അടിച്ച് തകർത്ത സംഭവത്തെ രക്ഷാപ്രവർത്തനം എന്ന് വിശദീകരിച്ച ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ട്. അല്ലെങ്കിൽ
പാനൂര് ബോംബ് സ്ഫോടനം നടന്നപ്പോൾ ബോംബ് പൊട്ടിക്കാൻ നേതൃത്വം കൊടുത്തയാള് സാമൂഹ്യ പ്രവർത്തകൻ എന്ന് വിളിച്ച പാർട്ടി സെക്രട്ടറി ഉള്ള നാടാണിത്. അപ്പോ ഇത്തരം ന്യായീകരണങ്ങളും, അതായത് കള്ളവോട്ട് ചെയ്ത ആളെ കണ്ണു കാണാത്ത ആളെ സഹായിക്കാൻ എത്തിയ ഇതാണ് എന്ന് പറഞ്ഞ് ന്യായീകരിച്ച പാർട്ടി നേതാക്കന്മാരുള്ള നാടാണിത്. അപ്പോൾ ശ്രീ ജയരാജൻ ഇത്തരം ന്യായീകരണങ്ങളൊക്കെ നടത്തുന്നതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല. കാരണം ജയരാജൻ അടക്കമുള്ള ആളുകൾ ഒരേ സ്കൂളിൽ പഠിച്ച് ഇറങ്ങുന്ന ആൾക്കാരാണ്. ഒരേ സ്കൂളിൽ നിന്നാണ് ജയരാജൻ അടക്കം ട്രെയിനിങ്. ഇടതുപക്ഷ നിരീക്ഷകൻ ആണ്, പാർട്ടി അംഗമല്ല എന്നൊക്കെ പറയാമെങ്കിലും യഥാർത്ഥത്തിൽ ഇതെല്ലാം സ്കൂൾ ഓഫ് തോട്ട് ഒന്നാണ്, സ്കൂൾ ഒന്നാണ്. അതുകൊണ്ട് ജയരാജനെ പോലുള്ള ആൾക്കാർ ഇതിനെയൊക്കെ ഇങ്ങനെ ന്യായീകരിക്കും. നമുക്കറിയാം ഇതെല്ലാം ഏത് സാഹചര്യത്തിൽ ഏത് പരിസരത്തിൽ നിന്ന് വരുന്നതാണ് എന്ന്. ശ്രീ അനിൽ നമ്പ്യാര്, ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാൻ, നമ്മുടെ കേരളത്തിൽ വലിയ ചർച്ചയായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ്. നമ്മളെല്ലാം അത് കണ്ടിട്ടുണ്ട്. തൃശൂർ MLA ശ്രീ ബാലചന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ ചർച്ചയായി. ആ ഫേസ്ബുക്ക് പോസ്റ്റ് എന്തായിരുന്നു? ഇവരുടെയൊക്കെ നിലപാട് ഹിന്ദു സമൂഹത്തോട്, ഹിന്ദു സംസ്കാരത്തോട്, ഹിന്ദു മാനബിന്ദുക്കളോട്, ഹൈന്ദവ വിശ്വാസങ്ങളോട് ഇവരുടെ നിലപാട് എന്താണ്, ഇവരുടെ സമീപനം എന്താണെന്ന് തെളിയിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ചില വാചകങ്ങളൊന്നും ഞാൻ വായിക്കില്ല. വായിക്കാത്തത് TV-യിലൂടെ പറയാൻ പറ്റാത്തത് കൊണ്ടാണ്. രാമൻ ഒരു സാധുവായിരുന്നു. കാലിൽ ആണി ഉണ്ടായിരുന്നത് കൊണ്ട് എടുത്തിയാട്ടക്കാരനായിരുന്നില്ല. ഒരു ദിവസം ലക്ഷ്മണൻ ഇറച്ചിയും പൊറോട്ടയും കൊണ്ടുവന്ന് ചേട്ടത്തി സീത 3 പേർക്കും വിളമ്പി. അപ്പോൾ ഒരു മാൻകുട്ടി അതിവഴി വന്നു. സീത പറഞ്ഞു, രാമേട്ട അതിനെ കറി വെച്ച് തരണം. രാമൻ മാനിന്റെ പുറകെ ഓടി. മാൻ മാരിയപ്പൻ എന്ന ഒടിയനായിരുന്നു. മാൻ രാമനെ വട്ടം കറക്കി വഴിതെറ്റിച്ചു. നേരം പോയി. പിന്നെയുള്ള വാചകങ്ങൾ ഞാനിവിടെ പറയുന്നില്ല. ഇത് എഴുതിയത് മറ്റാരുമല്ല, തൃശൂർ MLA ശ്രീ ബാലചന്ദ്രൻ. ആ മാന്യൻ 2 മണിക്ക് ഈ തൃശൂർ പൂരത്തിന്റെ ഈ തൃശൂർ പൂരം നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായ 2 മണിക്ക്, ആ 2 മണി മുതൽ പിന്നീട് ഈ മാന്യനെ തൃശ്ശൂർ കണ്ടിട്ടില്ല. ശ്രീ ബാലചന്ദ്രന്റെ ഒരു പ്രസ്താവനയും നമ്മൾ കണ്ടില്ല. ഈ സ്ഥലത്തേക്ക് ബാലചന്ദ്രൻ വന്നിട്ടില്ല. എന്തിന്? തൃശ്ശൂരിലെ മന്ത്രി കെ രാജൻ എപ്പോഴാണ് വന്നതെന്ന് അറിയാമോ? 2 മണിക്ക് ഈ തൃശ്ശൂർ പൂരത്ത്. ഞാനത് പറയാതെ വിട്ടതാണ് അനിൽ നമ്പ്യാരെ, നമുക്കത് പറയാൻ കൊള്ളില്ലാത്തത് കൊണ്ട്. കാരണം അദ്ദേഹത്തിന് പലപ്പോഴും ബോധക്കേടോട് കൂടിയിട്ടാണ് നടക്കുന്നത് എന്ന് പാർട്ടിക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത്. ഞാൻ ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട് ചില പാർട്ടി സഖാക്കന്മാരോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് ബോധം വരുന്ന ചില സന്ദർഭത്തിൽ മാത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പോട്ടെ, ഞാൻ വ്യക്തിപരമായിട്ടൊരു അതിശയം, അതുകൊണ്ട് അത് വിടൂ. അപ്പോ ഈ കാര്യത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത്, മന്ത്രി അനിൽ നമ്പ്യാരെ 2 കാര്യം കൂടി. 2 മന്ത്രിമാര് തൃശ്ശൂരുണ്ട്. ഒന്ന് കെ രാജനും, കെ രാധാകൃഷ്ണൻ ദേവസ്വം മന്ത്രിയാണ്. എന്ത് അഭിപ്രായമാണ് കെ രാധാകൃഷ്ണൻ ഈ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്? ദേവസ്വം മന്ത്രിക്ക് ഈ കാര്യത്തിൽ വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? അദ്ദേഹം മത്സരിക്കുകയാണ്, സ്ഥാനാർത്ഥിയാണ്, ഒക്കെ ശരി. പക്ഷെ ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് വല്ല അഭിപ്രായം ഉണ്ടോ? ഈ കാര്യത്തിൽ അദ്ദേഹം ഇടപെട്ടോ? കെ രാജൻ വന്നത് എപ്പോഴാണ്? അപ്പൊ ഇതിനൊക്കെ വളരെ ആസൂത്രിതമായി ക്ഷേത്ര വിശ്വാസങ്ങളെയും സങ്കല്പങ്ങളെയും ഒക്കെ തകർക്കാൻ ഉള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ ഈ വിഷയത്തെ കാണാൻ കഴിയുള്ളൂ. എന്തായാലും താങ്കൾ പറഞ്ഞതിനോട് 100% യോജിക്കുന്നു. അവിടെ തൃശ്ശൂരിലെ പൂരപ്പറമ്പിൽ ഉണ്ടായിട്ടുള്ള പോലീസ് അതിക്രമം അതുണ്ട് എന്ന് ഇടതുപക്ഷം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതിന് ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. ജനൻ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും.